അലവാസ് എന്നെ നമ്മൾ പണ്ട് കളിക്കാൻ നോക്കാം. ആരെ പല്ലിനാ പ്രശ്നം? ഒന്ന് പല്ലിന് എന്ത് പറ്റി? ഓട്ട ഓട്ടപ്പല്ല് കാണിച്ചേ. ആ കേടാ 2 ഓട്ടപ്പല്ല്. എങ്ങനെയാണ് നമ്മൾ ഓട്ടപ്പല്ലാക്കിയത്? മുട്ടായി തിന്നിട്ട്. മുട്ടായി തന്നിട്ട്. ഇനി പല്ലെല്ലാം ശരിയായാലും മുട്ടായി തിന്നുവാ? ആ പല്ല് തേക്കണം കേട്ടാ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം രാത്രിയും എല്ലാം തേച്ചോ. ഓക്കെ ഡൺ. പിന്നെ അല്ലെങ്കിൽ ആദ്യം ഓട്ടപ്പല്ലാവും. രാവിലെയും രാത്രി ഉച്ചക്കും എല്ലാം പല്ല് തേച്ചോട്ടാ. സെറ്റ്. അങ്ങനെ ഞാനും ഇതാ റെഡി ആയിട്ടുണ്ട്. മോൻ പറഞ്ഞതുപോലെ അവൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയന്നൂർ വരെ പോവുകയാണ്. വലിയന്നൂരിൽ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ ഡെൻ്റൽ കെയർ ക്ലിനിക്കിലോട്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മമ്മയും മോനും കൂടിയാണ് പോകുന്നത്. അവൻ്റെ പല്ലിന് എന്താണെന്ന് വെച്ചാൽ കേടുള്ളത് കൊണ്ട് അത് അടക്കാൻ വേണ്ടിയാണ് പോണേ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും തന്നെ ഉണ്ടായില്ല. അങ്ങനെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. താഴെ 2 മുകളിൽ 2. അങ്ങനെ ആളിതാ പല്ല് നോക്കാനുള്ള സെറ്റപ്പിൽ അങ്ങ് കിടന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ടെൻഷനോ കാര്യമോ പേടിയൊന്നും ഇല്ല കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് വരുന്നത്. അവന് പനി വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാലും അവന് ഭയങ്കര ഹാപ്പിയാണ്. ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം. അതൊക്കെ അവനെ സംബന്ധിച്ച് അവനെന്തോ ഭയങ്കര ഒരു സംഭവമാണെന്ന് വിചാരം കേട്ടോ. അങ്ങനെ പല്ലൊക്കെ നോക്കി ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തല്ലേ മനസ്സിലാക്കും പല്ല് എത്രമാത്രം കേട് ആ പല്ലിനെ ബാധിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്. പിന്നെ ആ പല്ലിൻ്റെ ഫോട്ടോ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എങ്ങനെയുണ്ട് അവൻ്റെ പല്ല് എന്നൊക്കെ. അപ്പോൾ അവരും കാണാം. അവനോട് ചോദിക്കണം എവിടേക്കാണ് മോന് വേദന എന്നൊക്കെ. വീട്ടിൽ നിന്ന് വരുന്നവരെ വേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ അവന് വേദനയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പല്ലിനും വേദനയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സ്റേ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് നിന്ന് തരില്ല. എക്സ്റേ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഡോക്ടറും അവനും തമ്മിൽ കുറേ ട്രൈ ചെയ്തിട്ടാണ് അവൻ്റെ എക്സ്റേ ഒന്ന് കിട്ടിയത് കേട്ടോ. അങ്ങനെ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് അവന് പല്ല് കാണിച്ചു കൊടുത്തു. ആളങ്ങൊന്ന് ഞെട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നു. അവൻ്റെ മെഡിസിൻ വാങ്ങണമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ പോയത് ജ്യൂസ് വാങ്ങാറായി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള പല്ല് പോയവൻ്റെ കഥ.